വേനൽ ചൂടിൽ വൈദ്യുത ഉപഭോഗം കുതിച്ചുയർന്നതോടെ കേരളത്തിൽ വൈദ്യുത പ്രതിസന്ധി അതിരൂക്ഷമായിരിക്കുകയാണ്. പീക്ക് സമയ വൈദ്യുത ഉപഭോഗം സർവകാല റെക്കോർഡിലെത്തുകയും വൈകുന്നേരം 6 മണിക്കും 10 മണിക്കും ഇടയിലെ വൈദ്യുത ആവശ്യകത ചരിത്രത്തിലാദ്യമായി തുടർച്ചയായി 6000 മെഗാവാട്ട് കടക്കുകയും ചെയ്തിരിക്കുന്നു. വൈദ്യുത ഉപഭോഗം വർദ്ധിക്കുന്ന അടിയന്തര ഘട്ടങ്ങളിൽ വൈദ്യുതി മുടങ്ങിയേക്കും എന്ന് KSEB ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. വേനൽ ചൂടും അതുപോലെ പശ്ചിമേഷ്യൻ യുദ്ധത്തിന്റെ ഭാഗമായുള്ള ഊർജ്ജ പ്രതിസന്ധിയും ഒക്കെ കണക്ക് കൂട്ടൽ തെറ്റിച്ചതോടെ KSEB ശരിക്കും വെട്ടിലായി. വൈദ്യുത റെഗുലേറ്ററി കമ്മീഷൻ 250 മെഗാവാട്ട് വൈദ്യുതി പുറത്തുനിന്നും വാങ്ങാൻ അംഗീകാരം നൽകിയെങ്കിലും നിശ്ചയിച്ച നിരക്കിൽ അത് ലഭിക്കില്ല എന്നതുൾപ്പെടെ നിരവധി പ്രതിസന്ധികളുടെ ഊരാക്കുടുക്കിലാണ് ഇപ്പോൾ KSEB. ഈ പശ്ചാത്തലത്തിൽ ഇന്ന് സ്പോട്ട്ലൈറ്റും പരിശോധിക്കുന്നു. കേരളം ഊർജ്ജ പ്രതിസന്ധിയുടെ ഊരാക്കുടുക്കിലോ? പകൽ വെന്തുരുകുന്ന വേനൽ ചൂടാണ്. രാത്രിയായാൽ ഉറങ്ങാൻ അനുവദിക്കാത്തത്ര ഉഷ്ണം. ഇതിനിടയിലാണ് KSEBയുടെ വൈദ്യുത നിയന്ത്രണം കൂടി എത്തിയത്. പീക്ക് സമയ വൈദ്യുത ഉപഭോഗം കുതിച്ചുയരുകയും കേരളത്തിന് പുറത്തു നിന്നുള്ള വൈദ്യുതി ലഭ്യതയിൽ കുറവ് വരികയും ചെയ്തതാണ് ഇപ്പോഴത്തെ പ്രതിസന്ധി രൂക്ഷമാക്കിയത്. ഇതോടെ യൂണിറ്റിന് 10 രൂപ വരെ നൽകി മെയ് 15 വരെ ഡേ എഹെഡ് മാർക്കറ്റിൽ നിന്ന് 250 മെഗാവാട്ട് വൈദ്യുതി വാങ്ങാൻ KSEBക്ക് റെഗുലേറ്ററി കമ്മീഷൻ അനുമതി നൽകിയിട്ടുണ്ട്. പീക്ക് സമയ വൈദ്യുത ഉപഭോഗം ഏപ്രിൽ 18-നാണ് സർവകാല റെക്കോർഡായ 117.16 ദശലക്ഷം യൂണിറ്റിലേക്ക് എത്തിയത്. ഏപ്രിൽ മാസം 23-ന് രാത്രി 10:30 1 മിനിറ്റ് നേരം 6195 മെഗാവാട്ടിലേക്ക് വൈദ്യുതി ആവശ്യകത കുതിച്ചുയർന്നു. വെള്ളിയാഴ്ച 116 ദശലക്ഷം യൂണിറ്റിലും ശനിയാഴ്ച 115 ദശലക്ഷം യൂണിറ്റിലും പ്രതിദിന വൈദ്യുത ഉപയോഗം എത്തിച്ചേർന്നു. കണക്കുകൾ സൂചിപ്പിക്കുന്നത് പോലെ പ്രതീക്ഷകൾക്കെല്ലാം അപ്പുറത്തുള്ള വൈദ്യുതി ആവശ്യകതയാണ് നമ്മുടെ സംസ്ഥാനത്ത് നിലവിലുള്ളത് എന്ന് KSEB സ്ഥിരീകരിക്കുകയാണ്. ഒരു വശത്ത് പവർ കട്ടിലുള്ള ജനത്തിന്റെ പ്രതിഷേധവും മറുവശത്ത് വൈദ്യുതി വാങ്ങാൻ KSEBയുടെ നെട്ടോട്ടവുമാണ് നടക്കുന്നത്. സ്വാപ്പ് കരാർ വഴി മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും ലഭിച്ചിരുന്ന വൈദ്യുതിയുടെ 600 മെഗാവാട്ടിന്റെ കുറവാണ് ഇപ്പോഴത്തെ പ്രതിസന്ധി രൂക്ഷമാക്കിയത്. മഴക്കാലത്ത് തിരികെ നൽകാമെന്ന വ്യവസ്ഥയിൽ മധ്യപ്രദേശിൽ നിന്നും പഞ്ചാബിൽ നിന്നും 200 മെഗാവാട്ട് വീതം ലഭിക്കുന്ന കരാർ അവസാനിച്ചതാണ് കണക്കുകൂട്ടലുകൾ ആകെ തെറ്റിച്ചത്. അതോടൊപ്പം തന്നെ ഈ പശ്ചിമേഷ്യയിലെ യുദ്ധത്തെ തുടർന്നുണ്ടായ ഊർജ്ജ പ്രതിസന്ധിയെ തുടർന്ന് പാചകവാതക സിലിണ്ടറുകൾ കിട്ടാതിരുന്ന കുടുംബങ്ങൾ വൈദ്യുതി അടുപ്പുകൾ കൂടുതലായി ഉപയോഗിച്ചതും തിരിച്ചടിയായി. 250 മെഗാവാട്ട് വൈദ്യുതി വാങ്ങാനുള്ള റെഗുലേറ്ററി കമ്മീഷൻ അനുമതി വൈകിച്ചതോടെ പ്രതിസന്ധി മൂർച്ഛിച്ചു. ഡേ എഹെഡ് മാർക്കറ്റിലൂടെ ഹ്രസ്വകാല കരാർ ഉണ്ടാക്കാനാണ് ഇപ്പോൾ അനുമതി കൊടുത്തിട്ടുള്ളത്. മെയ് 15 വരെ സമയപരിധി നൽകിയ വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ വൈദ്യുതി വില യൂണിറ്റിന് 10 രൂപയിൽ താഴെയായിരിക്കണമെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. എന്നാൽ വൈദ്യുതി മാർക്കറ്റിൽ നിന്ന് ഈ തുകയ്ക്ക് വൈദ്യുതി ലഭിക്കില്ല എന്നതാണ് KSEBയെ വെട്ടിലാക്കിയത്. പവർ എക്സ്ചേഞ്ചിലെ പ്രതിദിന വൈദ്യുത മാർക്കറ്റിലെ വൈദ്യുതി വില 20 രൂപയോ അതിലേറെയോ വരും. കൂടിയ തുകയ്ക്ക് വൈദ്യുതി വാങ്ങിയാൽ ഓഡിറ്റ് ഒബ്ജക്ഷനും കൂടിയ നിരക്ക് ബാധ്യതയായി തിരിച്ചടക്കേണ്ട ഗതികേടും ഉണ്ടായേക്കും. നമ്മുടെ സംസ്ഥാനത്തെ വൈദ്യുത ലൈനുകളുടെ ശേഷി അനുസരിച്ച് അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും വൈദ്യുതി എത്തിക്കുന്നത് നിലവിൽ നിയന്ത്രണമുണ്ട്. 4400 മെഗാവാട്ട് വൈദ്യുതി മാത്രമേ സംസ്ഥാനത്തെ കൊണ്ടുവരാൻ പറ്റുകയുള്ളൂ. സംസ്ഥാനത്തെ ജലവൈദ്യുത പദ്ധതികളിലൂടെ ലഭിക്കുന്നത് 1600 മെഗാവാട്ട് വൈദ്യുതിയാണ്. രണ്ടും കൂടി ചേർത്താൽ 6000 മെഗാവാട്ടിന്റെ വൈദ്യുതി കൈകാര്യം ചെയ്യാനുള്ള ശേഷി മാത്രമേ കേരളത്തിനുള്ളൂ. ഈ അവസ്ഥയിലാണ് വൈദ്യുത ഉപഭോഗം 6000 മെഗാവാട്ട് കടക്കുന്നത്. 2024-ൽ വൈദ്യുത പ്രതിസന്ധി രൂക്ഷമായിരുന്നുവെങ്കിലും 2025-ൽ ഇടമഴ കിട്ടിയതുകൊണ്ട് തന്നെ പ്രതിസന്ധി അത്ര കണ്ട് രൂക്ഷമായില്ല. ഏകദേശം 5800 മെഗാവാട്ട് വൈദ്യുതി ആവശ്യകത മാത്രമാണ് സംസ്ഥാനത്ത് പ്രതീക്ഷിക്കപ്പെടുന്നത്. പക്ഷേ ഇന്ധന പ്രതിസന്ധി വന്നതോടെ വൈദ്യുത ഉപഭോഗം 6000 മെഗാവാട്ട് കടന്നിരിക്കുകയാണ്. സംസ്ഥാനത്ത് 1800 മെഗാവാട്ട് പുരപ്പുറ സൗരോർജ്ജ പദ്ധതികളും 340 മെഗാവാട്ട് ഗ്രൗണ്ട് സൗരോർജ്ജ പദ്ധതികളുമാണുള്ളത്. ബാറ്ററിയോട് കൂടിയ 24 മെഗാവാട്ടിന്റെ സൗരോർജ്ജ പദ്ധതി വേറെയും ഉണ്ട്. ഈ പീക്ക് സമയത്തുണ്ടാകുന്ന വൈദ്യുതിയുടെ കുറവാണ് ഇപ്പോൾ നമ്മൾ ശരിക്കും നേരിടുന്ന വലിയ പ്രതിസന്ധി. 2200 മെഗാവാട്ട് സൗരോർജ്ജ പദ്ധതികൾ ഉള്ളതുകൊണ്ട് പകൽ നേരങ്ങളിൽ വൈദ്യുതി അധികമാണ്. അധികമായി ഉണ്ടാകുന്ന വൈദ്യുതി സംഭരിക്കുന്നതിനായി ബാറ്ററികൾ ഇല്ലാത്തത് കൊണ്ട് അധിക വൈദ്യുതി കേന്ദ്ര വൈദ്യുതി നിലയങ്ങളിലേക്ക് തിരിച്ചു നൽകുകയാണ്. സംസ്ഥാനത്ത് തന്നെ പകൽ അധിക വൈദ്യുതി ബാറ്ററികളിൽ സംഭരിക്കുവാൻ ശ്രദ്ധിച്ചാൽ പുറമേ നിന്നും വലിയ വില നൽകി വൈദ്യുതി വാങ്ങുന്നത് ഒഴിവാക്കാൻ സാധിക്കും. പമ്പഡ് സ്റ്റോറേജ് സ്റ്റേഷനുകൾ,
സോളാറിൽ നിന്നുൾപ്പെടെ ഊർജം ശേഖരിച്ചു വയ്ക്കാൻ ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം എന്നിവ നടപ്പാക്കാനുള്ള പദ്ധതികൾ ഇനിയും പൂർത്തിയായിട്ടില്ല. നിലവിൽ വലിയ ബാറ്ററി സംഭരണ കേന്ദ്രങ്ങളുടെ നിർമ്മാണത്തിന് കേന്ദ്ര സർക്കാർ 30% വരെ സബ്സിഡി നൽകുന്നുണ്ട്. ഇതുപോലെ വീടുകളിൽ വയ്ക്കുന്ന സൗരോർജ്ജ പദ്ധതികൾക്കും സബ്സിഡി നൽകുകയാണെങ്കിൽ പലരും ബാറ്ററി വയ്ക്കുന്നതിന് തയ്യാറായേക്കും എന്നൊരു പരിഹാര നിർദ്ദേശം മുന്നോട്ട് വന്നിട്ടുണ്ട്. നിലവിൽ മലപ്പുറം, കോഴിക്കോട് ഉൾപ്പെടെ തൃശൂരിന് വടക്കോട്ടുള്ള ജില്ലകളിൽ വലിയ ഊർജ്ജ പ്രതിസന്ധിയുണ്ട്. ഇപ്പൊ കാസർഗോഡ് ജില്ലയുടെയും അതുപോലെ വടക്കൻ കേരളത്തിന്റെയും ഒക്കെ വൈദ്യുതക്ഷാമം പരിഹരിക്കുന്നതിന് വേണ്ടി നിർദ്ദേശിക്കപ്പെട്ട പദ്ധതിയായിരുന്നു ഉടുപ്പി മൈലാട്ടി പവർ ഗ്രിഡ് ലൈൻ. ഇത് ഇനിയും പൂർത്തിയായിട്ടില്ല. കർണാടകത്തിലെ ഉടുപ്പിയിൽ നിന്ന് കാസർഗോട്ടെ മൈലാട്ടിയിലേക്ക് വൈദ്യുതി എത്തിക്കുന്നതിന് വേണ്ടി സ്ഥാപിച്ച 400 kV പവർ ഗ്രിഡ് ലൈനാണിത്. ഈ പദ്ധതിയുടെ ഭൂരിഭാഗം പ്രവർത്തികളും പൂർത്തിയായിട്ടുണ്ടെങ്കിലും നഷ്ടപരിഹാരം നൽകുന്നതുമായി ബന്ധപ്പെട്ട് കർണാടകയിൽ നിന്ന് വലിയ എതിർപ്പുകളും നിയമ തടസ്സങ്ങളും ഒക്കെ നേരിട്ടിരുന്നു. ഈ പദ്ധതി പൂർത്തിയായാൽ മാത്രമേ മലപ്പുറവും വടക്കൻ ജില്ലകളും നേരിടുന്ന നിലവിലെ വൈദ്യുത പ്രതിസന്ധികൾക്ക് ഒരു പരിഹാരമാവുകയുള്ളൂ. വേനൽ മഴയിൽ അനിശ്ചിതത്വം തുടരുന്നതിനിടയിൽ സംസ്ഥാനത്തെ 6 അണക്കെട്ടുകളിലേക്കുള്ള നീരൊഴുക്ക് പൂർണ്ണമായും നിലച്ചു. ഏതാനും ചിലയിടത്ത് മാത്രമാണ് നാമമാത്രമായ നീരൊഴുക്കെങ്കിലും ഉള്ളത്. 3.054 ദശലക്ഷം യൂണിറ്റ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനുള്ള വെള്ളം മാത്രമാണ് ശനിയാഴ്ച എല്ലാ അണക്കെട്ടുകളിലുമായി ഒഴുകിയെത്തിയത്. കഴിഞ്ഞ വർഷം ഇതേ സമയത്തേക്കാൾ 10 അടിയോളം കുറവ് മിക്ക അണക്കെട്ടുകളിലും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സംസ്ഥാനം നേരിടുന്ന കടുത്ത വൈദ്യുത പ്രതിസന്ധിക്ക് കാരണം KSEBയുടെ ആസൂത്രണമില്ലായ്മയാണെന്ന് വൈദ്യുത റെഗുലേറ്ററി കമ്മീഷൻ അഭിപ്രായപ്പെട്ടിരുന്നു. 250 മെഗാവാട്ട് അടിയന്തരമായി വാങ്ങാൻ അനുമതി നൽകിയിട്ടുള്ള ഉത്തരവിലാണ് വേനൽക്കാല ആവശ്യകത മുൻകൂട്ടി കാണാത്തതിലെ പോരായ്മ ചൂണ്ടിക്കാട്ടിയത്. KSEBക്ക് വൈദ്യുതി വാങ്ങുന്നതിന് കോർ കമ്മിറ്റിയും ഓപ്പറേഷൻസ് കമ്മിറ്റിയും ഒക്കെ ഉണ്ടെങ്കിലും യാഥാർത്ഥ്യം വിലയിരുത്തുന്നതിൽ വീഴ്ചയുണ്ടായി. ദിവസേനയുള്ള വൈദ്യുത ഉൽപാദനം, ആവശ്യകത, കാലാവസ്ഥാ സാഹചര്യങ്ങൾ എന്നിവ പരിശോധിച്ചുള്ള ആസൂത്രണത്തിൽ പോരായ്മ സംഭവിച്ചു. കമ്മീഷൻ ആവശ്യപ്പെട്ട വിവരങ്ങൾ പോലും KSEB യഥാസമയം ഹാജരാക്കിയില്ല. വേനൽക്കാല ആവശ്യകത വർദ്ധിക്കാത്ത സംസ്ഥാനങ്ങളിൽ നിന്നും കൈമാറ്റ കരാറുകൾ വഴി വൈദ്യുതി ലഭ്യമാക്കുന്നതിലും വീഴ്ച വന്നു. വേനലിലെ വൈദ്യുത പ്രതിസന്ധി കേരളത്തിൽ ആദ്യമല്ല. മുൻകാല അനുഭവങ്ങൾ മനസ്സിലാക്കി ക്രമീകരണം ഒരുക്കേണ്ടതായിരുന്നു. 2024 സമാനമായ സാഹചര്യമുണ്ടായി. ഇക്കൊല്ലം മാർച്ച് മാസത്തിന്റെ തുടക്കം തന്നെ വേനൽ മഴയിലെ കുറവ് പ്രകടമായിരുന്നു. പശ്ചിമേഷ്യയിലെ യുദ്ധം LPG ക്ഷാമവും രൂക്ഷമാക്കി. ഈ സാഹചര്യം നിരീക്ഷിച്ച് കാര്യക്ഷമമായ സംവിധാനം KSEB ഒരുക്കിയില്ല എന്നും റെഗുലേറ്ററി കമ്മീഷൻ നിരീക്ഷിച്ചു. വേനൽ മഴ ലഭ്യമാകുന്നതോടുകൂടി വൈദ്യുത ഉപഭോഗം താനേ കുറയുമെന്നൊരു കണക്കുകൂട്ടൽ നിലവിൽ KSEBക്ക് ഉണ്ട്. അതേസമയം തന്നെ KSEB പുറത്തുനിന്നും ഉയർന്ന വിലയ്ക്ക് വാങ്ങിക്കൂട്ടുന്ന വൈദ്യുതിയുടെ ആഘാതം ജൂൺ ജൂലൈ മാസങ്ങളിലാകും ജനം യഥാർത്ഥത്തിൽ അനുഭവിച്ചു തുടങ്ങുക. കറണ്ട് ബില്ലിനോടൊപ്പം തന്നെ സർചാർജായി ഈ അധിക തുകയും അടക്കേണ്ടി വരും. ഊർജ പ്രതിസന്ധി മുൻകൂട്ടി കണ്ടില്ലെന്ന റെഗുലേറ്ററി കമ്മീഷന്റെ വിമർശനവും തള്ളിക്കളയാനാകില്ല. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും വൈദ്യുതി എത്തിക്കാനുള്ള ലൈനുകളുടെയും 400 kV സബ്സ്റ്റേഷനുകളിലെയും ശേഷി വർദ്ധിപ്പിക്കുക എന്ന പരിഹാരമാണ് KSEBക്ക് മുന്നിലുള്ളത്. അതിന് നടപടി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ സ്പോട്ട്ലൈറ്റ് സമാപിക്കുന്നു. നാളെ മറ്റൊരു വിഷയമായി വീണ്ടും ഇതേ സമയം. നമസ്കാരം.